നമസ്കാരം. ലവ് യുവർ ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഡോക്ടർ അശ്വതി രാജാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ അടുത്ത കാലത്തായി വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കുട്ടി കുറ്റവാളികളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ആ ടൈപ്പിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ നിരന്തരം ഈ അടുത്ത കാലത്തായിട്ട് കുറേ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ സയന്റിഫിക്കലി ആണെങ്കിലും അല്ലാതെയാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ കുട്ടി കുറ്റവാളികളുടെ എണ്ണം ഇന്നത്തെ പുതിയ തലമുറയിൽ ഇത്ര അധികം കൂടി വരുന്നത്? വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് വിദ്യ ചോദിച്ചത്. നമ്മളിപ്പോൾ TV തുറന്നാൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വാർത്തയും ഇതൊക്കെ തന്നെയാണ്. അതും കുഞ്ഞി പിള്ളേർ ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ കാണിക്കുമ്പം നമുക്കത് ഹെഡ് ബ്രേക്ക് തന്നെയാണ്. കൗമാരക്കാരിലാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ടെൻഡൻസികൾ, അല്ലെങ്കിൽ ഈ ജുവനൈൽ ക്രിമിനൽ ടെൻഡൻസി അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ബിഹേവിയർ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ കൗമാരപ്രായക്കാരിൽ തന്നെയാണ്. ഇതിന്റെ മെയിനായിട്ടും ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്നത് നമ്മൾ പേരൻസ് തന്നെയാണ്, അച്ഛനും അമ്മയും തന്നെയാണ്. അവരെ കൂടുതൽ അറിയുന്നതും അവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതും അവരുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും. അന്നേരം ഒരു പരിധി വരെ ഇവർക്ക് തന്നെ ഇത് നേരത്തെ കണ്ടുപിടിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനത്തെയുള്ള കുറ്റകൃത്യങ്ങൾ നിലവിൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ, അതായത് പേരൻസ് വിചാരിച്ചാൽ ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഇത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ക്രിമിനൽ വാസന ഒരു പരിധി വരെ കുറച്ചുകൊണ്ടുവരാം. അപ്പം എങ്ങനെ പേരൻസിന്, അല്ലെങ്കിൽ കുട്ടികളിൽ അവർ വളർന്നു വരുന്ന കുട്ടികളിൽ, ഇപ്പം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ചെറുപ്പം പോലെ പേരൻസിന്റെ കൂടെ വളർന്നു വരുന്ന കുട്ടികൾ, അപ്പൊ ഈ കുട്ടികളിൽ ഇങ്ങനൊരു ക്രിമിനൽ ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഇങ്ങനൊരു ക്രിമിനൽ ടെൻഡൻസി ഉണ്ട് എന്ന് എങ്ങനെ പേരൻസ് മനസ്സിലാക്കിയെടുക്കും? അതെ, കുഞ്ഞുങ്ങളുടെ ഈ ആന്റി സോഷ്യൽ ബിഹേവിയറിന് പലതരത്തിലുള്ള കാരണങ്ങളും കണ്ടുവരുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പേരൻസ് തന്നെയാണ്. അതായത് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് അവരുടെ പേരൻസ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 50% കുഞ്ഞുങ്ങളുടെ ക്യാരക്ടറിൽ പേരൻസിൻ്റെ ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പേരൻസ്, സ്മോക്കിങ്, ഡ്രഗ്സ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന പേരൻസ്, അതുപോലെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പേരൻസ്, അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയൊക്കെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വളരുന്ന കുഞ്ഞുങ്ങൾ, ഇവരിലൊക്കെ അറ്റൻഷൻ തീരെ കിട്ടത്തില്ല. അതായത് പേരൻസിൻ്റെ അറ്റൻഷൻ തീരെ കിട്ടുന്നില്ല കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് അതായത് ഇപ്പം നമുക്ക് പറയാം, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അതായത് നോർമലി ഉള്ളൊരു കുഞ്ഞ് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ടുള്ള ദേഷ്യം, എടുത്തെറിയുക, കയർത്ത് സംസാരിക്കുക, മുതിർന്നവരോട് കയർത്ത് സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരുമ്പം തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യാതെ പോവുകയും അവർ കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കെയർ കിട്ടുന്നില്ല, നീ പോട്ടെ, അതായത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ ശ്രമിക്കാതെ നീ ചെയ്യുന്ന തെറ്റ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തന്നെ ഒരു ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. കാരണം കൂടുതൽ കെയർ കൊടുക്കാനും ഈ പേരൻസിന് സമയം ഉണ്ടാവില്ല. കാരണം ഇന്നത്തെ ഈ കൂടുതലും നമുക്ക് ഇപ്പം കണ്ടുവരുന്നത് ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും. അച്ഛൻ ഒരു വഴിക്ക്, അമ്മ ഒരു വഴിക്ക്, കുഞ്ഞുങ്ങൾ അവരുടേതായിട്ടുള്ളൊരു ലോകത്തിലായിരിക്കും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് കിട്ടുന്നില്ല? പ്രോപ്പറായിട്ടുള്ളൊരു സ്നേഹം, പ്രോപ്പറായിട്ടുള്ളൊരു അറ്റൻഷൻ, ഇതൊന്നും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ പറഞ്ഞ പോലെ സ്നേഹം കിട്ടുന്നിടത്തോട്ടായിരിക്കും ഏതൊരു ജീവിയും പോകുന്നത്, സ്നേഹം കിട്ടുന്നിടത്തോട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ എവിടെ നിന്നാണോ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞിന് എനിക്കിത് മതി അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് കുഞ്ഞുങ്ങൾ തേടി പോകാനായിട്ട് ശ്രമിക്കും. ഇത് പേരൻസിന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ കുട്ടികൾ വേറൊരു രീതിയിൽ പോകുമ്പോൾ പേരൻസിനായിരിക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും പേരൻസിനായിരിക്കും ഏറ്റവും ആദ്യം തന്നെ കുഞ്ഞുങ്ങളെ അറിയാവുന്ന ഒരു പേരൻസിന്, ഇതിപ്പം കുഞ്ഞുങ്ങളായിട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ കുഞ്ഞുങ്ങളെ എപ്പോഴും വഴക്ക് പറയുന്നത്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റലായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കതിരിൽ വളം വെക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? തീർച്ചയായിട്ടും ഒരു 15 വയസ്സിന് ശേഷം തീർച്ചയായിട്ടും നമ്മളതൊക്കെ ഉപേക്ഷിക്കുക. ഒരു 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാം. 5 വയസ്സുള്ള കുഞ്ഞിനെ നീ അത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷെ 15 വയസ്സിന് ശേഷമുള്ള പിള്ളേരുടെ നമ്മൾ ഒരു വടിയെടുത്ത് അടിച്ച് നമ്മൾ നേരെയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവർ മനസ്സിലാക്കുന്ന പ്രായമല്ല. അന്നേരം കൂടുതലും അവർക്ക് എന്താ പറയുക, നമ്മുടെ പേരൻസിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് കൂടുതലായിട്ടും. നമ്മൾ എത്രത്തോളം ഇങ്ങനെ ശകാരിക്കുക, ഓവർ പണിഷ്മെന്റ് കൊടുക്കുക, അങ്ങനെ, അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തുക, നീ അവനെ കണ്ടുപഠിക്ക്, ഇവരെ കണ്ടുപഠിക്ക്, നിന്നെ ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെയൊക്കെയുള്ള സംസാരം വരുമ്പം പൊതുവെ പിള്ളേരെന്ത് ചെയ്യും? പേരൻസുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറയും. അവർക്ക് ആന്റി സോഷ്യൽ ബിഹേവിയർ കൂടുതലും കണ്ടുവരുന്നുണ്ട്.
ഇപ്പം ഈ പറഞ്ഞല്ലോ പേരൻസ് ഒരു പരിധി വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലെ ബിഹേവിയറൽ ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു, ജസ്റ്റ് ഒരു പോസ്റ്റ് കണ്ടു. അപ്പോൾ ആ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഇനി, അതായത് സ്കൂളിലെ ടീച്ചർമാർ ഇനിയും വടി എടുക്കട്ടെ, കുട്ടികളെ ഇനിയും ശകാരിക്കട്ടെ, നല്ല തലമുറയെ വീണ്ടും വാർത്തെടുക്കട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പം അത് ശരിക്കും ഒരു എനിക്ക് സ്ട്രൈക്ക് ചെയ്ത സാധനം. അതായത് ഇപ്പം പണ്ടൊക്കെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് എന്താ പറയുക, തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അമ്മമാരെ പോലെ അല്ലെങ്കിൽ പേരൻസിനെ പോലെ കുട്ടികളെ ശകാരിച്ചിരുന്നു. ഇന്ന് കുട്ടികളെ മർദ്ദിക്കാൻ അല്ലെങ്കിൽ അടിക്കാനോ അല്ലെങ്കിൽ വഴക്കു പറയാനോ ഉള്ള റൈറ്റ്സ് ടീച്ചേഴ്സിനില്ല. അപ്പം അതും കുട്ടികളിലെ ഈ ഒരു ക്രിമിനൽ വാസന അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ടെൻഡൻസി കൂടി വരുന്നതിന് കാരണമല്ലേ? ഒരു പരിധി വരെ അതൊരു റീസൺ തന്നെയല്ലേ? അതെ ദിവ്യ, നമ്മളെല്ലാവരും അടികൊണ്ട് വളർന്ന ഒരു ജനറേഷനാണ് നമ്മുടെയൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും അതെ. അമ്മയും അച്ഛനും കഴിഞ്ഞാൽ വീണ്ടും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് ടീച്ചേഴ്സ് തന്നെയായിരിക്കും. ഒരു പരിധി വരുന്നതല്ല, ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലായിരിക്കും. അതവിടെ ഫ്രണ്ട്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടായിരിക്കും. ഒരു ദിവസത്തിലെ അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിൽ തന്നെയായിരിക്കും. അന്നേരം ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പുവർ അക്കാഡമിക്സിലേക്ക് മാറുകയും, അതായത് നന്നായിട്ട് പഠിക്കാതെ വരികയും, ദേഷ്യം ടീച്ചറിനോട് കയർത്ത് സംസാരിക്കുക. ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടീച്ചർമാരെ വഴക്ക് പറയുന്ന പിള്ളേർ, ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക ആൻറ്റി സോഷ്യൽ ബിഹേവിയർ കൂടുക. അതായത് ടീച്ചർമാരെ വഴക്ക് പറയുക, അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സ് തമ്മിൽ തന്നെ നല്ല ഇടിയും ബഹളവും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് അത് മനസ്സിലാക്കണം. അതുപോലെ ഫുഡ് കഴിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെയും അവർക്ക് ഇത് ക്ലാസ്സിൽ കയറാണ്ടിരിക്കുക, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുകയും, അത് മാത്രമല്ല പരിധിയിൽ കവിഞ്ഞവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ. അതായത് ഇപ്പോൾ 8ാം ക്ലാസ്സുകാരൻ 10ാം ക്ലാസ്സുകാരനുമായിട്ട് കൂട്ടുകൂടുന്നു. അവിടെ കൂടുതലും എന്താ പറയുക, അവന്റെ പ്രായത്തിൽ കവിഞ്ഞുള്ള അറിവുകളാണ് അവൻ നേടിയെടുക്കുന്നത്. അതായത് ഇപ്പം 8ാം ക്ലാസ്സുകാരൻ 10ാം ക്ലാസ്സുകാരുമായിട്ട് കൂടുതൽ കുറിച്ച് ഡ്രഗ്സിനെ കുറിച്ച് പഠിക്കുകയും, ഹോമോസെക്ഷുവാലിറ്റി എന്താണെന്നും, സെക്ഷുവലി എന്താ പറയാ, ഇങ്ങനെയൊക്കെയുള്ള ബ്ലൂ ഫിലിംസ്, അങ്ങനെയൊക്കെയുള്ള ഫിലിംസ് കാണിച്ചു കൊടുക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടറിനെ തന്നെ മാറ്റുന്ന രീതിയിലായിരിക്കും പ്രായത്തിൽ കവിഞ്ഞുള്ള അറിവുകൾ നേടുമ്പം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. അന്നേരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടീച്ചർ സ്കൂളിൽ കാണുമ്പോൾ തന്നെ പേരൻസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ നിർദ്ദേശം തേടുകയോ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനോ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ അടിച്ചും തെറി പറഞ്ഞും ചീത്ത വിളിച്ചും ഒന്നും അവരെ മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 15 വയസ്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അടി കൊടുക്കുന്നതിനൊന്നും ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ ഒരു മിഡിൽ ഫേസിൽ ഒരു ടീനേജ് തുടങ്ങുന്നതിന് മുമ്പേ വരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം കുഞ്ഞുങ്ങളെ ഇത് ചെയ്യരുത് അത് ചെയ്യരുത്, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഫ്രണ്ട്ലി ആവുക തീർച്ചയായിട്ടും. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണ് അവരുടെ മനസ്സിലൂടെ അവർ ഗോ ത്രൂ ചെയ്യുന്ന ഫേസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് വേണം ഒരു കുഞ്ഞിനെ അപ്രോച്ച് ചെയ്യാനും. അതല്ലാതെ നീ കാണിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്, നിന്നെ ഇനി കൊള്ളില്ല, നിന്നെ ഇനി പഠിക്കാനും കൊള്ളത്തില്ല, നിന്നെ പോലൊരു ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, നിന്നെ പഠിക്കാനും കൊള്ളത്തില്ല, നിന്നെ അതിന് കൊള്ളില്ല ഇതിന് കൊള്ളില്ല, അങ്ങനെയൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ മാത്രമായി കഴിയുമ്പം കുഞ്ഞിന് തന്നെ തോന്നും ഇതെനിക്ക് പറ്റിയ പണിയല്ല, എന്നെ പഠിക്കാൻ കൊള്ളത്തില്ല, എനിക്ക് അന്നേരം കൊള്ളാവുന്ന എന്തായിരുന്നു, എനിക്ക് എന്നെ ചേട്ടൻ പറഞ്ഞു തന്നു, ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അത് അല്ലെങ്കിൽ ഡ്രഗ്സുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആൽക്കഹോൾ നീ അങ്ങനെയൊക്കെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം അവന് കൂടുതൽ സന്തോഷം കിട്ടുന്നത് അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവന്റെ തെറ്റായ കൂട്ടുകെട്ടുകളായിരിക്കും കൂടുതലായിട്ടും ഇവൻ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഈ വഴി പോകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ എന്തായും കൂടുതലും ക്രിമിനൽ വാസന അവരിൽ വളരുകയും ഈ ജുവനൈൽ ക്രിമിനൽ ടെൻഡൻസി കൂടുകയും ചെയ്യുന്നു. നമ്മളിപ്പം പറഞ്ഞു പേരൻസിനെ കുറിച്ച് പറഞ്ഞു, ടീച്ചേഴ്സിനെ പറ്റി പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞു, നമ്മൾ ഈ ഒരു അധ്യാപകരെ കുട്ടികൾ ചീത്ത പറയുന്നതും കുട്ടികൾ തമ്മിൽ തല്ലുന്നതും അങ്ങനെയുള്ള വീഡിയോസ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഇൻസ്റ്റഗ്രാം അല്ലെ മറ്റ് സോഷ്യൽ മീഡിയ വഴി തന്നെ. അപ്പം ഈ കുറ്റവാളികൾ കൂടി വരുന്നതിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പരിധി വരെയെങ്കിലും പങ്കില്ലേ? അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ ഒരു പരിധി വരെയെങ്കിലും? ഒരു പരിധി വരെയല്ല, നല്ല രീതിക്ക് തന്നെ ഒരു കുഞ്ഞിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതായത് ഈ കൂടുതലായും ഈ കൊറോണയ്ക്ക് ശേഷമാണ് കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ കൂടുതലായും
ഫോണിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കണ്ടുവരുന്നത്. ചെറുതിലെ തന്നെ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വാശി പിടിക്കുമ്പോൾ തന്നെ പേരൻസ് ആദ്യം ചെന്ന് കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? ഫോണാണ്. മക്കൾ ഇതും കണ്ടുകൊണ്ടിരിക്കുക, അമ്മ വാരിത്തരാം. പണ്ടൊക്കെ നമ്മൾ പുറത്ത് നടന്നും കുഞ്ഞിന് 2 അടിയൊക്കെ കൊടുത്ത് ചോറൊക്കെ വാരി കൊടുക്കുന്നത് മാറി ഇപ്പൊ ഫോൺ കൊടുത്തിട്ടാണ് കുഞ്ഞുങ്ങളെ അടക്കിയിരുന്നത്. അതായത് കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ചാൽ തന്നെ നീ ഇവിടെ വന്ന് അടങ്ങിയിരിക്കുന്നുണ്ട്, ഇതും കാണാൻ നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതായത് കൊറോണയ്ക്ക് ശേഷം നമ്മൾ എന്താ പറയുന്നത് കുഞ്ഞുങ്ങളോട്? ഫോൺ എടുത്ത് വെച്ച് വല്ലതും പഠിക്കാൻ, ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാനല്ല പറയുന്നത്, ഫോൺ എടുത്ത് വെച്ച് പഠിക്കാൻ. കാരണം ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഒരു ഉപയോഗം വളരെയധികം കൂടുകയും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അറിവുകളെല്ലാം സർപ്ലസ് ആണ്. അതായത് അവരുടെ പ്രായത്തിൽ കവിഞ്ഞുള്ള അറിവുകളാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും കൂടുതലായിട്ട് കിട്ടുന്നത്. പേരൻസിന് ഇത് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. അതായത് പേരൻസ് ഒരു ഫോണിൽ, അച്ഛന് ഒരു ഫോണിൽ, അമ്മ ഒരു ഫോണിൽ, കുഞ്ഞുങ്ങൾക്ക് ഒരു ഫോൺ. അതായത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനോ എന്തിനെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരിക്കും. അല്ലെങ്കിൽ അമ്മൂമ്മയുടെ ഫോൺ എടുക്കുക, അപ്പൻ്റെ ഫോൺ എടുക്കുക, ആരും കാണാതെ ഫോൺ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ കണ്ടുവരികയും. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതായത് ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും അത് നല്ല രീതിക്ക് ഉപയോഗിക്കാം, ചീത്ത രീതിയിൽ ഉപയോഗിക്കാം. അത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റില്ല ഇതിനകത്ത് കണ്ടന്റുകളൊന്നും. അതായത് ഇത് കുഞ്ഞുങ്ങൾക്ക് കാണണ്ട, അല്ലെങ്കിൽ ഇത് കുഞ്ഞുങ്ങളെ കാണിക്കണം, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങൾക്കും ഇത് കാണരുതാത്തയാന്ന് പറയുമ്പം അവർക്ക് എന്ത് വരും? അവർക്ക് അത് കാണണം, എന്താണെന്ന് അറിയണം, അങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ കൂടി വരികയും കുഞ്ഞുങ്ങൾ ഇതിനൊരു അഡിക്റ്റായി പോവുകയും ചെയ്യുകയാണ്. നമ്മളാണെങ്കിൽ തന്നെ നമ്മളും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. നമുക്കും സോഷ്യൽ മീഡിയാസ് എന്തുമേ അഡിക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെയായിരിക്കും ഈ കുഞ്ഞ് പഠിച്ചും അല്ലെങ്കിൽ സമൂഹമായിട്ടും ചേർന്നും വളരേണ്ട ഈ സമയത്ത് കൂടുതലും ഇതിനകത്ത് തന്നെയാണ്. എന്താ കുഞ്ഞുങ്ങൾ കാണുന്നതെന്ന് നമ്മൾ അറിയുന്നോ? ഇല്ല. നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളുടെ പുറകിലിരിക്കാൻ പറ്റുമോ? ഇല്ല. അന്നേരം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ആണ് കുഞ്ഞുങ്ങളിൽ ചെലുത്തുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഈ കുഞ്ഞു കുട്ടികളിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ വാസന വരുന്നത് ഒരിക്കലും സമൂഹത്തിന് നല്ലതല്ല. അപ്പൊ ഇത് മാറേണ്ടത് അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഉള്ള കുട്ടികളിലെങ്കിലും ഇങ്ങനെയുള്ള ടെൻഡൻസികൾ കുറച്ച് കൊണ്ടുവരുന്നതിന് പേരൻസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സമൂഹം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ പഴയതുപോലെ, അതായത് കുഞ്ഞുങ്ങളായിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പേരൻസ് എന്തൊക്കെ ചെയ്യണം? ഇതിന് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മൾ 3-4 കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു. അതിൽ പേരൻസ് തന്നെയാണ് കൂടുതലും കുഞ്ഞുങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെറിയ ചെറിയ പെരുമാറ്റത്തിനുള്ള വ്യത്യാസങ്ങൾ കാണുമ്പോൾ തന്നെ അത് എന്താണെന്ന് അന്വേഷിക്കുകയും അതൊരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുകയും ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ടീച്ചറാണെങ്കിൽ തന്നെയും കുഞ്ഞുങ്ങളെ അടുത്ത് നിരീക്ഷിക്കുക. അവരിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ മാറ്റങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേരൻസിനെ അറിയിക്കുകയോ അതല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് എന്താണോ റെമഡി എടുക്കേണ്ടത് അതനുസരിച്ച് ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ്, അതായത് ഫ്രണ്ട്ഷിപ്പ് ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആകുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയായിട്ടാണ് കുഞ്ഞുങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആവുന്നതെന്ന് നോക്കുക, അതിന് വേണ്ട നടപടികൾ എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പേരൻസ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പിള്ളേരെ കാണാം. അതായത് ഈ 8 മുതൽ 13 വയസ്സുള്ള ഒരു ഗ്രൂപ്പ് പിള്ളേരിൽ ഈ ഒരു പരിധിവരെ ഈ പേരൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറാൻ കുട്ടികളെ സമ്മതിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ 8 മുതൽ 13 വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ ഒപ്പോസിഷൻ ഡീവിയൻ ഡിസോർഡർ, അതായത് ഈ കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ, അതായത് ഈ നുണ പറയൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ദേഷ്യപ്പെടുമ്പോഴും പൈസ മോഷ്ടിക്കുന്നത്, അതൊക്കെ ഈ ഒരു സ്വഭാവത്തിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. വാശി പിടിച്ചിട്ട് നടന്നില്ലെങ്കിൽ അവർ അതിനെ ഒത്തിരി ആങ്കർ ഇഷ്യൂസ് കാണിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അത് കണ്ടക്ട് ഡിസോർഡർ ആയിട്ട് മാറും. അതായത് ഇപ്പോൾ വീട്ടിൽ കാണിക്കുന്ന ഇതേ പ്രവണത പുറത്ത് പോയി കാണിക്കുന്നത്. അതായത് ടീച്ചറുമായിട്ട് വഴക്കുണ്ടാക്കുക, സുഹൃത്തുക്കളുമായിട്ട് അടിയുണ്ടാക്കുക, പുറത്തുനിന്ന് പൈസ മോഷ്ടിക്കാൻ പിള്ളേർ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള അതും മനസ്സിലാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 18 വയസ്സിന് ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ, അതായത് ആന്റി സോഷ്യൽ ബിഹേവിയർ ആയിട്ട് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ടൊരു കുഞ്ഞ് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അന്നേരം പിന്നെ ഈ പറഞ്ഞ പോലെ കൊലകളും കുത്തും വെട്ടും, പിന്നെ അവർ കംപ്ലീറ്റ്ലി ഡ്രഗിന്റെ അഡിക്റ്റ് ആയിട്ട് മാറാം, ഡ്രഗ് അബ്യൂസ് കൂടുതലാവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് തന്നെയാണ്. അവർ കൂടുതലായിട്ടും കുഞ്ഞുങ്ങളെ അടുത്ത് നിരീക്ഷിക്കുക, അവരുള്ള ചെറിയ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ
സഹായം തേടുകയും എപ്പോഴും ഒരു പേരൻസ് എന്താ പറയുക ഈ മസിൽ പിടുത്തം അതെല്ലാം വിട്ടിട്ട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ ഈ പറഞ്ഞ പോലെ പലരും പല ക്യാരക്ടറായിരിക്കും, പല രീതികളായിരിക്കും. അവരുടെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞ് അവർക്ക് വേണ്ട രീതിയിൽ നല്ലൊരു ഫ്രണ്ടായിട്ട് നിൽക്കുക. അന്നേരം തിരിച്ചും കുട്ടികൾ അതേപോലെ തന്നെ നിൽക്കും. ടീച്ചറാണെങ്കിലും നല്ലൊരു ഫ്രണ്ടായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ടീച്ചറാണ് ഇതിനെ ഞാൻ അടിക്കും പിടിക്കും അങ്ങനെയൊക്കെയുള്ളത് ഇപ്പം ഒരു പരിധി വരെ അതൊക്കെ മാറിയിട്ടുണ്ടല്ലേ. ടീച്ചർ അങ്ങനെ അടിക്കുന്നില്ല, എന്നാലും കൂടുതലും ഒരു ഫ്രണ്ട്സായിട്ട് നിൽക്കുക. കുറ്റപ്പെടുത്തലുകൾ മാറ്റി എൻകറേജ് ചെയ്യുക. നീ നല്ലതാണ്, നീ ഇപ്പം ഒരു കുഞ്ഞിന് ഇച്ചിരി അക്കാഡമിക്കിൽ പുറകോട്ടുണ്ടെങ്കിൽ തന്നെ നീ നല്ലതാണ്, നിന്നെ കൊണ്ട് പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റം. അതായത് നമ്മൾ ഇവർ മാത്രമല്ല, നമ്മൾ സൊസൈറ്റിയും നല്ലപോലെ നോക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നാളത്തെ പൗരനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹം മൊത്തവും എന്ത് ചെയ്യണം, ഒരു കുഞ്ഞിനെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും, ഒരു ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് വളരണമെങ്കിൽ നല്ല വളവും നല്ല വെളിച്ചവും നല്ല സൺലൈറ്റും വേണം. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞും അതും വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നല്ല സറൗണ്ടിങ്സ് ആയിരിക്കണം കുഞ്ഞുങ്ങൾക്ക്. അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്രിമിനൽ സിറ്റുവേഷൻസ് ഒക്കെ, ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഈ ജുവനൈൽ ക്രിമിനൽ ടെൻഡൻസി ഒക്കെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതേ ഉള്ളൂ. അതായത് പേരൻസ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക. അന്നേരം കുഞ്ഞുങ്ങൾ തന്നെ ചിന്തിക്കും, എന്നെ കൊള്ളില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ടോട്ടലി അവർ ഒരടച്ചൊരു സിറ്റുവേഷനിലാവും. ഞാൻ ഇനി കൊള്ളില്ല, എന്നെ ഇനി കൊള്ളത്തില്ല, ഇനി ഇവരും കുറ്റപ്പെടുത്തുന്നു അവരും കുറ്റപ്പെടുത്തുന്നു, അന്നേരം എന്നെ കൊള്ളില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ മാറ്റി നിർത്തി അവിടെ വെച്ച് അവരെ സപ്പോർട്ട് ചെയ്യുകയോ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്തിട്ട് അവരെ മാറ്റി നിർത്തിയിട്ട്, മോളെ നീ ചെയ്തത് തെറ്റാണ്, മോനെ നീ ചെയ്തത് തെറ്റാന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരിക്കലും അത് ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു സിറ്റുവേഷൻ തന്നെ മതി കുഞ്ഞുങ്ങളെ മെന്റലി തകർക്കാനും വലിയൊരു ഇമ്പാക്റ്റ് കുഞ്ഞുങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടാക്കാനൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ് ഇങ്ങനത്തെ ചെറിയ ഇത് ഇങ്ങനത്തെയുള്ള ചെറിയൊരു ഇമ്പാക്റ്റ് മതിയായിരിക്കും. അതുപോലെ തന്നെ പേരൻസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം കുഞ്ഞുങ്ങളുമായിട്ട്. അതായത് എന്തും വന്ന് പറയാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പേടിയല്ല അവിടെ വേണ്ടത്. അതായത് ഒരു കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അച്ഛനോടും അമ്മയോടും വന്ന് പറയാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അതല്ലെങ്കിൽ ഒരു സ്പേസ് പേരൻസ് എപ്പോഴും അത് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ വേറെ എവിടെയാണെന്ന് വെച്ചാൽ സ്നേഹം കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ആയിരിക്കണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒന്ന് സംസാരിക്കാനായിട്ട്. പിന്നീട് അവർ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അന്ന് അമ്മയോട് അങ്ങനെ പറഞ്ഞില്ല, അമ്മയൊന്നും ചെയ്തില്ലല്ലോ, അങ്ങനെയൊന്നും അതായത് എപ്പോഴും ഒരു നല്ലൊരു എന്താ പറയാ കേൾവിക്കാരായിരിക്കണം. കേൾക്കാൻ റെഡി ആയിട്ടിരിക്കണം, നല്ല കേൾവിക്കാരായിരിക്കണം അച്ഛനും അമ്മയെന്ന് പറയുന്നത്. അവരെ കുറ്റപ്പെടുത്താനല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ആണോ, ഇങ്ങനെയൊക്കെ ഒരു സപ്പോർട്ടിങ് ആയിട്ടും സ്നേഹത്തോടെയും ഇത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സും അവരെ കാണിക്കണം. നീ പിന്നെ പറ, അല്ലെങ്കിൽ ഞാൻ ജോലി തിരക്കില്ല, നീ ഇപ്പം എനിക്ക് സംസാരിക്കാൻ സമയമില്ല, ഇങ്ങനൊന്നും പറഞ്ഞ് പോകാതെ അവരെപ്പോഴാണോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മളവിടെ അവരെ കേൾക്കാൻ റെഡിയാവുക. അപ്പം വളരെ നന്ദിയുണ്ട് ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം പ്രേക്ഷകർക്ക് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ എന്താണെങ്കിലും അത് കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.